മുഖ്യമന്ത്രി ഇന്നലെ കോൺഗ്രസിന് നേരെ ഉന്നയിച്ച 7 ചോദ്യങ്ങൾക്ക് 24 മണിക്കൂറകം ഞങ്ങൾ മറുപടി പറഞ്ഞു. മുഖ്യമന്ത്രി പച്ചക്കള്ളമാണ് പറഞ്ഞിരുന്നതെന്ന് ഞങ്ങൾ തെളിയിച്ചു. അദ്ദേഹം ആദ്യം പറഞ്ഞത് പൗരത്വ ഭേദഗതി നിയമം പാർലമെന്റിൽ വന്നപ്പോൾ ലോക്സഭയിൽ കോൺഗ്രസ് എംപിമാരെല്ലാവരും ഉണ്ടായിരുന്നില്ല, അവര് കോൺഗ്രസ് പ്രസിഡന്റിന്റെ കൂടെ ഊണ് കഴിക്കാൻ പോയെന്നാണ്. ഞങ്ങൾ അതിൽ ചർച്ചയിൽ പങ്കെടുത്തവരുടെ മുഴുവൻ പേരുവിവരങ്ങളും അവരുടെ പ്രസംഗങ്ങളും ഞങ്ങൾ പുറത്തിറക്കി. പിന്നെ അദ്ദേഹം രണ്ടാമത് പറഞ്ഞത് രാഹുൽ ഗാന്ധി ആ സമയത്ത് ലോക്സഭയിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല എന്നാണ്. അപ്പോൾ ഞങ്ങൾ അതിന് പകരമായി രണ്ടാമത് രാഹുൽ ഗാന്ധി അടക്കമുള്ള കേരളത്തിലെ UDF എംപിമാർ അതിൽ പങ്കെടുത്ത് പൗരത്വ നിയമത്തിനെതിരായി വോട്ട് രേഖപ്പെടുത്തിയത് ലോക്സഭയിൽ ഞങ്ങൾ തെളിവുകൾ സഹിതം പുറത്തു കൊണ്ടുവന്നു. അപ്പം മുഖ്യമന്ത്രി ചോദിച്ച 7 ചോദ്യത്തിലും 24 മണിക്കൂറിനകം പ്രതിപക്ഷം മറുപടി പറഞ്ഞു. പക്ഷെ കുറെ നാളായി ഞങ്ങൾ കുറെ ചോദ്യങ്ങൾ ചോദിക്കുക, അതിനൊന്നും മുഖ്യമന്ത്രി ഇതുവരെ മറുപടി പറയുന്നില്ല. ഇപ്പൊ മാസപ്പടി വിവാദവുമായി ഞാൻ 5 ചോദ്യം ചോദിച്ചു. മൗനത്തിന്റെ മാളങ്ങളിലാണ് മുഖ്യമന്ത്രി പോയി ഒളിച്ചത്. ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. മാത്രമല്ല 2 സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി കണ്ടെത്തിയ ഫൈൻഡിംഗ് ഉണ്ട്. അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ഗുരുതരമായ തരത്തിൽ നിയമവിരുദ്ധമായ പണമിടപാട് നടന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ എക്സാലോജി കമ്പനിക്ക് സംഭാവനകൾ നൽകിയതും പണം കൊടുത്തതും ആരൊക്കെയാണ്? CMRL അല്ലാതെ, CMRL നേരത്തെ ഉണ്ട് കേസ്, CMRL അല്ലാതെ നിരവധി കമ്പനികൾ ഈ എക്സാലോജി കമ്പനിക്ക് പണം കൊടുത്തെന്ന് പറയുന്നത്. അപ്പൊ നമ്മളെല്ലാവരും ചേർന്ന് ഇലക്ട്രൽ ബോണ്ടിനെതിരായി അതിശക്തമായ പ്രതിഷേധം പ്രകടിപ്പിക്കാം. എന്താ ഇലക്ട്രൽ ബോണ്ടിന്റെ പ്രശ്നം? BJP അവരുടെ ഏജൻസികളെ ഉപയോഗിച്ച് CBI, ED തുടങ്ങിയ ഏജൻസികളെ ഉപയോഗിച്ച് റെയ്ഡുകൾ നടത്തുകയും കേസെടുക്കുകയും ചെയ്യുകയും ആ കമ്പനികൾ ഈ കേസ് സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടി കോടാനുകോടി രൂപ BJPക്ക് ഇലക്ട്രൽ ബോണ്ടായി സംഭാവന ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഞങ്ങൾ ചോദിച്ച ചോദ്യം സമാനമായൊരു ചോദ്യമാണ്. ഇലക്ട്രൽ ബോണ്ടിന്റെ സമാനമായ ചോദ്യം. എക്സാലോജി കമ്പനിക്ക് സഹായങ്ങൾ ചെയ്ത, സാമ്പത്തിക സഹായം ചെയ്ത കമ്പനികൾക്കെല്ലാം ഏതെല്ലാം തരത്തിലാണ് ഈ സംസ്ഥാന ഗവൺമെന്റ് ഉപകാരം ചെയ്തിരിക്കുന്നത്? ടാക്സ് വെട്ടിപ്പുകാർക്ക് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ചെയ്തു കൊടുത്ത ഫേവറുകൾ, ഉപകാരത്തിന്റെ മറവിലാണ് എക്സാലോജി കമ്പനിക്ക് നിരവധിയായ കമ്പനികൾ സാമ്പത്തിക സഹായം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇലക്ട്രൽ ബോണ്ടിന്റെ തോതിലുള്ള തുക ഇവിടെ ഇല്ലെങ്കിലും ഇലക്ട്രൽ ബോണ്ടിൽ ഉണ്ടായിരിക്കുന്ന അഴിമതിയുടെ യഥാർത്ഥ കാതൽ ഇവിടെ മാസപ്പടി വിവാദത്തിൽ നടന്ന നിയമവിരുദ്ധമായ പണമിടപാടുകളുടെ പുറകിലും ഉണ്ട്. അതിന് ചോദ്യം ചെയ്ത മുഖ്യമന്ത്രി മറുപടി പറയില്ല. AI ക്യാമറയെ കുറിച്ചും ഫോണിനെ കുറിച്ചും ചോദ്യം ചോദിച്ചാൽ മുഖ്യമന്ത്രി യാതൊരു മറുപടിയും പറയില്ല. ഇനിയെങ്കിലും മാസപ്പടി വിവാദത്തെക്കുറിച്ച് ഞാൻ ചോദിച്ച 5 ചോദ്യങ്ങൾ, പ്രതിപക്ഷത്തിന് വേണ്ടിയിട്ടാണ് ചോദിച്ചത്, 5 ചോദ്യങ്ങൾക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉത്തരം പറയാൻ തയ്യാറാകണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് കൃത്യമായ തെളിവുകളോടെ ഞങ്ങൾ മറുപടി പറയും. അതേ അവസരത്തിൽ മുഖ്യമന്ത്രി തന്നെയാണ് LDF കൺവീനറെ ഉപയോഗിച്ചുകൊണ്ട് BJPക്ക് അനുകൂലമായ പ്രസ്താവനകൾ പുറപ്പെടുവിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് ഭയമാണ്. മാസപ്പടി കേസിൽ അന്വേഷണം നടക്കുന്നു. നിരവധിയായ കേസുകളിൽ ED അന്വേഷണം കരുവന്നൂർ ബാങ്കിനെ കുറിച്ച് നടക്കുന്നു. BJPയെ പേടിയാണ്. SNC ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിൽ ഇരിക്കുന്നു. അതുകൊണ്ട് BJPയെ പ്രീണിപ്പിക്കാൻ EP ജയരാജനെ കൊണ്ട് വർത്തമാനം, BJP അനുകൂല വർത്തമാനം പറയിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. EP ജയരാജൻ അതിൻ്റെ ഒരു ഉപകരണമാണ്. EP ജയരാജനെ കുറിച്ച് ഞാൻ പറയാൻ കാരണം, EP ജയരാജൻ തിരുവനന്തപുരത്തെ ഉൾപ്പെടെയുള്ള BJP സ്ഥാനാർത്ഥികൾ നല്ല സ്ഥാനാർത്ഥികളാണെന്ന് ഞങ്ങളോട് പറയാം പൊതുസമൂഹത്തോട്. രണ്ടാമത് പറയുന്നത് BJP നിരവധി സ്ഥാനങ്ങളിൽ 2ാം സ്ഥാനത്ത് വരുമെന്നാണ്. അതിന്റെ അർത്ഥം BJP 2ാം സ്ഥാനത്ത് എവിടെയൊക്കെ കേരളത്തിൽ വരും അവിടെയൊക്കെ 3ാം സ്ഥാനത്ത് ഇടതുപക്ഷം പോകും. ഇടതുപക്ഷത്തിന്റെ കൺവീനർ എന്ന് പറയുകയാണ് ഞങ്ങൾ അത്രയും സ്ഥലത്ത് 3ാം സ്ഥാനത്ത് പോകും. പിന്നെ ഇത്രയും സ്ഥാനാർത്ഥികളോട് സ്നേഹം തോന്നാൻ ജയരാജൻ എന്താ കാര്യം? ജയരാജൻ എന്നെ വെല്ലുവിളിക്കാൻ കാര്യമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനിയായ നിരന്മയ റിട്രീറ്റ്സ് EP ജയരാജന്റെ കുടുംബാംഗങ്ങൾക്ക് പങ്കാളിത്തമുള്ള വൈദേകം ആയുർവേദ റിസോർട്ടും തമ്മിൽ ഒരു മാനേജ്മെന്റ് കോൺട്രാക്ട് ഉണ്ട്. തമ്മിൽ കരാറാണ്. അതിന് ബിസിനസ് പാർട്ട്ണർഷിപ്പ് എന്നും പറയും. അപ്പൊ BJP നേതാവും കേരളത്തിലെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ EP ജയരാജനും തമ്മിലൊരു ബിസിനസ് പാർട്ട്ണർഷിപ്പ് അവരുടെ കുടുംബാംഗങ്ങൾ തമ്മിലുണ്ട്.
അത് നിഷേധിച്ചിട്ടില്ല. രാജീവ് ചന്ദ്രശേഖരൻ നിഷേധിച്ചിട്ടില്ല, EP ജയരാജൻ നിഷേധിച്ചില്ല. അവർ കണ്ടില്ല എന്ന് പറയുന്നത്. അവർ കാണേണ്ട ആവശ്യമില്ലല്ലോ. കണ്ടോ ഇല്ലെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അവർ തമ്മിൽ കണ്ടോ ഇല്ല എന്നുള്ളത് അപ്രസക്തമാണ്. അവരുടെ 2 ബിസിനസ് സ്ഥാപനങ്ങൾ തമ്മിലുണ്ട്. ഞാൻ അത് സംബന്ധിച്ച തെളിവുകൾ കേസ് കൊടുക്കുമെന്ന് പറയുക ഭീഷണിപ്പെടുത്തി. കേസ് കൊടുത്താൽ ഞാൻ അതിന്റെ മുഴുവൻ തെളിവുകൾ അത് പുറത്തുവിടും. വേണമെങ്കിൽ ഇനിയും ജയരാജൻ പറഞ്ഞാൽ ഞാൻ തെളിവിടും. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഈ നിരന്മയ റിസോർട്ടിന്റെ അധികാരികളുമായി ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം ഉൾപ്പെടെയുള്ള ധാരാളം തെളിവുകൾ ഇത് സംബന്ധിച്ച് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പിന്നെ കുടുംബാംഗങ്ങളെല്ലാം ഇൻവോൾവ് ആയതുകൊണ്ടാണ് ആ ചിത്രം ഇപ്പൊ പുറത്തുവിടാത്തത്. അപ്പൊ ഇനി അതുമായിട്ട് തർക്കിച്ച അപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റ് എന്താ? പണ്ട് അന്തർധാര മാത്രമായിരുന്നു CPM-ഉം BJP-യും തമ്മിൽ. ഇപ്പൊ അന്തർധാരയൊക്കെ കടന്ന് പരസ്പരം ബിസിനസ് ഒരുമിച്ച് നടത്താൻ വേണ്ടിയിട്ടുള്ള പാർട്ണർഷിപ്പ് നടത്താൻ വേണ്ടിയിട്ടുള്ള അതിലേക്ക് ബന്ധങ്ങൾ വളർന്നിരിക്കുന്നു. അപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയൻ EP ജയരാജനെ ഉപയോഗിച്ചുകൊണ്ട് BJP-ക്ക് കേരളത്തിൽ ഒരു സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അദ്ദേഹത്തിന് ഭയമാണ്, അദ്ദേഹത്തിന് കേസുകളെ കുറിച്ചുള്ള ഭയമാണ് ഈ ജയരാജനെ ഉപയോഗിച്ച് BJP അനുകൂല സ്റ്റേറ്റ്മെന്റുകൾ. സുരേന്ദ്രൻ വരെ അഭിനന്ദിച്ചു ആരെ? EP ജയരാജനെ. കാരണം BJP-ക്കാർ പോലും പറയില്ല. BJP-ക്കാർ ഒരുപാട് സ്ഥലത്ത് കേരളത്തിൽ 2ാം സ്ഥാനത്ത് വരുമെന്ന്. സുരേന്ദ്രന്റെ പാർട്ടിക്കാർ പോലും പറയാത്ത കാര്യം LDF-ന്റെ കൺവീനർ പറഞ്ഞപ്പോൾ സുരേന്ദ്രന് ജയരാജനെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റുമോ? സുരേന്ദ്രൻ ഒരു തെറ്റാണ് ചെയ്തത്. ജയരാജനെ മാത്രമായിട്ട് അഭിനന്ദിക്കരുതായിരുന്നു, പിണറായി വിജയനെ കൂടി അഭിനന്ദിക്കലായിരുന്നു ഒരുമിച്ച്. കാരണം അവർ രണ്ടുപേരും കൂടിയാണ് നിങ്ങൾക്ക് കൂടെ കേരളത്തിൽ സ്പേസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. പിന്നെ സർക്കാരിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, സർക്കാർ ഇതിന്റെ എല്ലാം മറവിൽ അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ്. ഞങ്ങൾ പറഞ്ഞു പെൻഷൻ കൊടുക്കണം, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കണം, ക്ഷേമനിധി പെൻഷൻ കൊടുക്കണം. ഇന്നിപ്പോ നിങ്ങൾ അന്വേഷിക്കുക, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഡയാലിസിസ് അടക്കം നിലച്ചിരിക്കുകയാണ്. മരുന്നില്ല. സർക്കാർ മെഡിക്കൽ കോളേജ് മരുന്ന് മേടിക്കാനുള്ള പണമില്ല. ഡയാലിസിസിന്റെ കിറ്റ് പോലും കൊടുക്കാനില്ലാത്ത രീതിയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ്, കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലെ എല്ലാം ഇത് തന്നെയാണ് സ്ഥിതി. ഒരു സ്ഥലത്തും മരുന്നില്ല. കാരുണ്യ പദ്ധതി കാസ്പ് കാർഡുമായി ചെന്നാൽ സ്വകാര്യ ആശുപത്രികൾ സ്വീകരിക്കുന്നില്ല. മാവേലി സ്റ്റോറിൽ സാധനമില്ല. സർക്കാർ അവരുടെ ഉത്തരവാദിത്തങ്ങൾ മറന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഇതൊരു ക്ഷേമ രാഷ്ട്രമാണ്. 1/3 ജനത സർക്കാരിൽ നിന്നും എല്ലാം കിട്ടുന്ന സഹായം കൊണ്ട് ജീവിക്കുന്ന ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആണ്. അത് ഒരു തരത്തിലും ഈ സംസ്ഥാന ഗവൺമെന്റ് ഈ പാവങ്ങളോട് കരുണ കാണിക്കുന്നില്ല. അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. ഞാൻ നേരത്തെ ഇലക്ട്രൽ ബോണ്ടിനെ പറ്റി പറഞ്ഞു. അതുപോലെ തന്നെയാണ് നമ്മുടെ കേരളീയം പരിപാടിയും നവകേരള സദസ്സും നടത്തിയത്. ഞങ്ങൾ നിരവധി പ്രാവശ്യം നിയമസഭയ്ക്കകത്ത് ചോദിച്ചു, പുറത്ത് ചോദിച്ചു, വിവരാവകാശ നിയമപ്രകാരം കണക്ക് ഹാജരാക്കാൻ തയ്യാറായിട്ടില്ല. ആരൊക്കെയാണ് പണം കൊടുത്തത്?